പ്രഭാത ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ്, വയനാട്. ഇന്ന് 2025 മാർച്ച് മാസം 10 ഹിജ്റ വർഷം 1446 റമദാൻ മാസം 9 കൊല്ലവർഷം 1200 കുംഭമാസം 26 തിങ്കളാഴ്ച. ഒരു കുറുക്കൻ വിശന്നു വലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മരപ്പൊത്ത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ എന്തെങ്കിലും കാണുമെന്ന് കരുതിയ കുറുക്കൻ വലിഞ്ഞു കയറിയ ആ പൊത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ആ പൊത്തിൽ നിറയെ ആരോ കൊണ്ടുവച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ. കുറുക്കന് സന്തോഷമായി. ഭക്ഷണം മുഴുവൻ അകത്താക്കി ശേഷം പൊത്തിൽ നിന്നും തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോൾ തല മാത്രമേ പുറത്തേക്കിടാൻ പറ്റുന്നുള്ളൂ. കുറുക്കൻ പെട്ടുപോയി. ഏറെ നിലവിളിച്ചെങ്കിലും സഹായത്തിന് ആരുമെത്തിയില്ല. ദിവസങ്ങളോളം അതിനുള്ളിൽ കുടുങ്ങിയ ഇറങ്ങാനാവാതെ അവസാനം കുറുക്കൻ ജീവൻ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ അകത്തേക്കുള്ള വഴി പോലെ തന്നെ പ്രസക്തമാണ് പുറത്തേക്കുള്ള വഴിയും. മുൻവാതിലിൻ്റെ മാസ്മരികത കണ്ട് അകത്തേക്ക് കയറുന്ന പലർക്കും പിന്നീട് പുറത്തിറങ്ങാൻ ഒരിക്കലും കഴിയാറില്ല. അത് ബന്ധങ്ങളായാലും ശീലങ്ങളായാലും അകത്ത് കയറാൻ പല കാരണങ്ങളുണ്ടാകും. അവയിൽ പലതും താൽക്കാലിക സംതൃപ്തിയുടെ താക്കോലുകളായിരിക്കും. ആദ്യ നിമിഷങ്ങളിലെ അപ്രതീക്ഷിത സ്വീകരണങ്ങളിൽ കണ്ണു മഞ്ഞളിച്ചെന്ന് വരാം. അകപ്പെട്ടു പോകുന്ന ഇടങ്ങളിലെ ആദ്യാനുഭവങ്ങൾക്കെല്ലാം അനിഷേധ്യമായ വിശദീകരണ ശേഷിയും ഉണ്ടാകും. എന്നാൽ സാവധാനം അത് അരക്ഷിതാവസ്ഥയ്ക്കും അപകടത്തിനും വഴിമാറിയെന്ന് വരാം. പുറത്തേക്കുള്ള വഴി എവിടെയെന്നും എങ്ങനെയെന്നും അറിയാത്തതുകൊണ്ട് ആയുസ് മുഴുവൻ അകപ്പെട്ടുവെന്നും വന്നേക്കാം. തുറന്നു കിടക്കുന്ന വാതിലുകളിൽ ചിലതെല്ലാം കിണികളും അപായങ്ങളുമാവും. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, ഇവരെല്ലാം ലഹരിയുടെ അടിമകളായി മാറുകയാണ്. വെളിച്ചത്തിൻ്റെ നന്മയുടെ സുന്ദര ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് ഏവർക്കും കരുത്ത് ഉണ്ടാവട്ടെ. അകത്തു പോകുന്നവർ പലരും തിരിച്ചു വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നതും നന്നായിരിക്കും. പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്.